പ്രൈസ് ലോർഡ്. യെശയ്യാവ് 51:8-9 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു: നിങ്ങൾ മനുഷ്യരുടെ നിന്നെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും, കൃമി അവരെ കമ്പിളിയെ പോലെ തിന്നുകളയും. എന്നാൽ എൻ്റെ നീതി ശാശ്വതമായും എൻ്റെ രക്ഷ തലമുറ തലമുറയും ഇരിക്കും. യഹോവയുടെ കുച്ചമേ, ഉണരുക ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പലപ്പോഴും പ്രതിസന്ധിയും പ്രതികൂലം വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ചുറ്റുമുള്ള വ്യക്തികളാലുള്ള പീഡനകൾ ഏൽക്കുമ്പോൾ, പലപ്പോഴും നീ മനുഷ്യന്റെ നിന്നെ ഭയപ്പെട്ട് മാറിയിരിക്കുന്നവരാ, അല്ലെങ്കിൽ മനുഷ്യന്റെ വാക്കിനകത്ത് ഭയന്ന് മാറിയിരിക്കുന്ന വ്യക്തിയാ. ഏലിയാവിനെ നമുക്കെടുക്കാം. രാജാവിന്റെ മുമ്പിൽ പോയി ദൈവത്തിന്റെ ആലോചനയൊക്കെ അറിയിച്ച വ്യക്തിയാ. ഒത്തിരി അത്ഭുതങ്ങളും വിടുതലുകളും ഒക്കെ ചെയ്ത പ്രവാചകനാ. പക്ഷേ കേവലം ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ ഭയപ്പെട്ട് തൻ്റെ നിയോഗത്തെ പോലും മറന്ന് ഭയന്ന് ഓടി ഒളിച്ചിരിക്കുക. എന്നാൽ ദൈവം ഏലിയാവിനെ മറന്നില്ല. അവിടെ നിന്ന് തട്ടി ഉണർത്തി വിളിച്ചിട്ട്, ഇനി നിനക്ക് അനേകം ഒരു ദൂരം ഓട്ടമുണ്ട് എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുക. വാക്തത്വങ്ങളൊക്കെ തലയ്ക്കുമീതെ കിടക്കുക. ഹൃദയത്തിനകത്തും ഉറപ്പുണ്ട്, എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ട്, എൻ്റെ ഭാവി ഇവിടെ കൊണ്ട് തീരത്തില്ല, എന്നോട് വാക്തത്വം ചെയ്തവൻ അത് നിവർത്തിക്കും, ഞാനത് പ്രാപിക്കും, ഞാൻ ആ നന്മ പ്രാപിക്കും എന്ന ഉറപ്പുള്ള സാഹചര്യത്തിനകത്ത് നിൽക്കുമ്പോഴും ചുറ്റും നിന്ന് മനുഷ്യൻ എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കണ്ട് ഭയന്ന് മാറിയിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെക്കുറിച്ചുള്ള ദൈവിക നിയോഗത്തിലേക്കാണ് നീ നോക്കേണ്ടത്. മനുഷ്യന്റെ നിന്നെ ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, ഒരു മുറിക്കകത്ത് ഒതുങ്ങിക്കൂടാനല്ല ദൈവം നിന്നെ വിളിച്ചത്. മനുഷ്യൻ നിന്ദിക്കട്ടെ, മനുഷ്യൻ കളിയാകട്ടെ, അപവാദങ്ങൾ പറയട്ടെ, പ്രതിസന്ധി വർദ്ധിക്കട്ടെ, പ്രതികൂലം വർദ്ധിക്കട്ടെ, ജീവിതത്തിൽ എന്ത് വന്നാലും നിന്റെ മേലുള്ള നിയോഗത്തെ തിരിച്ചറിഞ്ഞ് കേട്ട വാക്തത്വത്തിനു വേണ്ടി വിശ്വാസത്താൽ കാലെടുത്ത് വെക്കുമ്പോൾ, മുൻപിൽ വഴി കണ്ടിട്ട് ഇറങ്ങുന്നതിലല്ല, വഴി ഒന്നുമില്ല, ശൂന്യതയ്ക്കകത്ത് നിൽക്കുമ്പോഴും വിശ്വാസത്താൽ പ്രഖ്യാപിക്കുവാൻ, വിശ്വാസത്താൽ കാലെടുത്ത് വെക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവിക നിയോഗം വെളിപ്പെടും. ഒരു ശത്രുവിനും ഒരു മനുഷ്യനും നിന്നെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ചിലതൊക്കെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്, ചില പ്രതിയോഗിയുടെ കുത്തുവാക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതിന്റെ പിന്നിൽ അവരുടെ വിചാരം നിന്റെ കണ്ണുനീര് കാണാനാ. പക്ഷേ ദൈവിക പദ്ധതി എന്താന്ന് ചോദിച്ചാൽ, ആ വേദനയ്ക്കകത്ത് നീക്കുമ്പോഴും നിനക്കൊരു പടി കൂടെ പ്രാർത്ഥിക്കാനും കരയുവാനും ദൈവസന്നിധിയിൽ അടുക്കുവാനും കഴിയുന്നുണ്ടോ? വചനം ധ്യാനിക്കാൻ കഴിയുന്നുണ്ടോ? ആത്മാവിൽ പോരാടുവാൻ, ആരാധിപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവം നിന്നെ ഒരു പടി കൂടെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക. ശത്രുവിന്റെ മുൻപിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാനല്ല ദൈവത്തിന്റെ ആഗ്രഹം. അവിടെ നീ വിശ്വാസത്താൽ അവിടെ മറുപടി പറയാതെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങും. ദൈവം നിനക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങും. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ തുടങ്ങും. വിശ്വാസത്താൽ വാക്തത്വങ്ങളെ ഓർപ്പിച്ചുണർത്തി കരയുവാൻ തയ്യാറാകുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു: ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചു പോകുന്ന മർത്യരെയും പുല്ലുപോലായിത്തീരുന്ന മനുഷ്യനെ ഭയപ്പെടുവാൻ നീ ആർ? വെറും പുല്ലുപോലായിത്തീരുന്ന ഒരു മനുഷ്യനെയും മരിച്ചു പോകുന്ന ഒരു മർത്യനെയും ഭയപ്പെടുവാൻ നീ ആർ? നിന്റെ മേലുള്ള നിയോഗം എന്ത്? ഞാൻ നിന്നെ എന്തിനു വിളിച്ചു? വെറും ഒരു മനുഷ്യനായി ഇരിക്കാനല്ല, വലിയ വാക്തത്വങ്ങളും വലിയ ദൈവപ്രവൃത്തിയും എനിക്ക് നിന്നിലൂടെ ചെയ്തെടുക്കാനുണ്ട് കുഞ്ഞെ. പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ചോദിക്കുക, നിന്റെ നിയോഗത്തെ നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവം നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയെ നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ?
അധികാരത്തെ നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് കരഞ്ഞും നിലവിളിച്ചും ഒതുങ്ങിക്കൂടി ഒരു മുറിക്കകത്ത് മാറിയിരിക്കുന്ന പല വ്യക്തികളെ നോക്കി ഞാൻ പറയുക, ആത്മാവിൽ നിങ്ങൾ റിസീവ് ചെയ്യുക. നിങ്ങൾ മനുഷ്യരുടെ നിന്നെ ഭയപ്പെടേണ്ട. മരിച്ചു പോകുന്ന മർത്തിനെയും പുല്ലുപോലായിത്തീരുന്ന മനുഷ്യനെ ഭയപ്പെടുവാൻ നീ ആർ? നീ ഒന്നിനും പ്രതികരിക്കണ്ട. പക്ഷേ യഹോവ നിനക്ക് വേണ്ടി സംസാരിക്കുന്ന, യഹോവ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. 9-ാം വാക്യം ലാസ്റ്റ് ഇങ്ങനെ കാണുന്നു: യഹോവയുടെ പുച്ഛമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. ഈ നിന്നയ്ക്കകത്ത് നിൽക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ എഴുന്നേൽക്കുക, നീ ശക്തി ധരിച്ചു കൊള്ളുക. ആത്മാവിൽ നീ എഴുന്നേൽക്കുക, ആത്മാവിൽ നീ ശക്തിയായി മാറുക, ആത്മാവിൽ പോരാടുക, വാഗ്ദത്തത്തെ നേടിയെടുക്കുക. അതാ പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക നിയോഗം, ദൈവിക പദ്ധതി. 51-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു: നിന്റെ കർത്താവായ യഹോവയും തന്റെ ജനത്തിന്റെ വ്യവഹാരം നടത്തുന്ന നിന്റെ ദൈവവുമായി ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ പരിഭ്രമത്തിന്റെ പാനപാത്രം, എന്റെ ക്രോധത്തിന്റെ പാനപാത്രകൂടം തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി നീ അത് കുടിക്കുകയില്ല. നിന്നെ ക്ലേശിപ്പിക്കുന്നവരുടെ കയ്യിൽ ഞാൻ അത് കൊടുക്കും. നീ മറുപടി പറയണ്ട. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ചലിക്കുന്ന, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക. നീ മനുഷ്യനെ നിന്നെ ഭയപ്പെടേണ്ട, അവരുടെ ദൂഷണങ്ങളെ പേടിക്കണ്ട. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും. മരിച്ചു പോകുന്ന മർത്തിനെ ഭയപ്പെടുവാൻ നീ ആർ? നിയോഗത്തെ തിരിച്ചറിയട്ടെ, നിന്റെ മേലുള്ള വിളിയെ തിരിച്ചറിയട്ടെ, ദൈവിക പദ്ധതിയെ തിരിച്ചറിയട്ടെ. കേട്ട വാഗ്ദത്തത്തെ, അതിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാൻ തയ്യാറാകുമ്പോൾ മനുഷ്യൻ നിന്ദിക്കട്ടെ, മനുഷ്യൻ പരിഹസിക്കട്ടെ, അതിനെ നിഷ്പ്രയാസം, അതിനെ നിസ്സാരമായി കണ്ടുകൊണ്ട് അതിനെ മൈൻഡ് ചെയ്ത് ഉള്ളിലേക്ക് കടത്തിവിട്ട് കരഞ്ഞുകൊണ്ട് മാറിയിരിക്കാനല്ല, അധികാരത്തോടെ കൽപ്പിക്കാൻ: യഹോവയുടെ പുച്ഛമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറയിൽ എന്ന പോലെ ഉണരുക. ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി. പ്രതിസന്ധിക്കകത്ത് ശക്തി ആർജിക്കുക, ആത്മാവിൽ ചിലത് നേടിയെടുക്കുക, ആത്മാവിൽ ചിലത് റിസീവ് ചെയ്യുക, ആത്മാവിൽ കൽപ്പിക്കുക, ആത്മാവിൽ പ്രഖ്യാപിക്കുക, ആത്മാവിൽ ചലിക്കുക, ആത്മാവിൽ എഴുന്നേറ്റ് നടക്കുക. മുൻപിൽ പ്രതിസന്ധിയാ, ശൂന്യതയാ, പക്ഷേ കാലെടുത്ത് വെക്കിയ വിശ്വാസത്താൽ ദൈവപ്രവൃത്തി വെളിപ്പെടും, ദൈവമഹത്വം വെളിപ്പെടും. യഹോവയുടെ മഹത്വം നിന്റെ മേൽ വ്യാപരിക്കും, നിന്റെ മേൽ വെളിപ്പെടും. അതിനുവേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ഈ പ്രതിസന്ധിക്കകത്ത് ദൈവം നിന്നെ മോൾഡ് ചെയ്യുക, ദൈവം നിന്നെ ശക്തനും ശക്തിയുമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ധൈര്യമായിട്ടും ഉറപ്പോടും ഇരിക്കുക. കേട്ട വാഗ്ദത്തത്തെ ഓർപ്പിച്ചു നിർത്തി കരയുക. ഒതുങ്ങിയിരിക്കുന്ന മണ്ഡലത്തിനകത്ത്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിനകത്തുനിന്ന്, ഭയന്ന് മാറി ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിനകത്തുനിന്ന്, മറ്റുള്ളവരുടെ ഫേസ് ചെയ്യാൻ പോലും കഴിയാതെ മനം കലങ്ങി എനിക്ക് വേണ്ടി ആർ സംസാരിക്കും, ആർ ഈ കല്ലുരുട്ടി മാറ്റും, എനിക്ക് വേണ്ടി ആർ എൻ്റെ വ്യവഹാരം നടത്തും എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം നിങ്ങളോട് പറയുക: എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവമഹത്വം വെളിപ്പെടാനുള്ള സമയമായി. കാത്തിരിക്കുക. നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ടൈം അതടുത്തു. അതിനുവേണ്ടി കാത്തിരുന്നത് പ്രാപിക്കുക.